മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്. എനിക്കത് അത്ഭുതം തോന്നിയതാണ്. മതത്തിന് എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സാവധാനത്തിൽ ഞങ്ങൾ മതത്തിനെതിരെയല്ല, ഞങ്ങൾ മതത്തെ നിഷേധിക്കുന്നില്ല, പക്ഷെ ഒരു മതത്തിനോടും ഞങ്ങൾക്ക് പ്രാമുഖ്യമില്ല, പ്രത്യേകതയില്ല. മതത്തിലൂടെ പോകുന്നവർ പൊക്കോട്ടെ, അവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞൊന്ന് മാത്രമല്ല, ഇസ്ലാം മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തികൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവരുടെ മതചടങ്ങുകൾ ചെയ്യാൻ അനുവദിച്ചിരുന്നു. ക്രിസ്ത്യൻസ് അവരെയും ഒരു പരിധിവരെ അവരുടെ പള്ളി കാര്യങ്ങളിൽ ഇടപെടാനും പള്ളിയിലെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനുമൊക്കെ പാർട്ടി സാവധാനത്തിൽ അനുവദിച്ചിരുന്നു. പക്ഷേ ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഉത്തരവാദിത്വമുള്ളവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഹൈന്ദവ കാര്യങ്ങൾ ചെയ്യുന്നവരെ പാർട്ടിയിൽ നിന്ന് ശാസിച്ചു. ഹിന്ദു ധർമ്മം ഈ നാടിൻ്റെ മതമല്ലാത്ത ജീവിത രീതിയായിട്ടുള്ള ധർമ്മത്തോട് അസാധാരണമായ ആക്രോശം കാണിച്ചു. കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ ശ്രീ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ക്യാമ്പ് നടക്കുമ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെ ധാരാളം പേര് പങ്കെടുത്തു. അത് തുടരാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞിട്ട് എതിർത്തു, കുറെ നശിപ്പിച്ചു. മാതാ അമൃതാനന്ദമയിയുടെ ക്യാമ്പിന് നേരെ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായതായിട്ട് കേട്ടു. ഞാൻ നേരിട്ട് കണ്ടില്ല, വായിച്ചില്ല, കേട്ടതാണ് ജനം ടിവിയിലൂടെ. അത് മാത്രമല്ല, ഒരു ഹിന്ദു ക്യാമ്പ്, ഹിന്ദുക്കളുടെ ഒരു ക്യാമ്പ് കാസർഗോഡും കണ്ണൂരും നടന്നപ്പോഴത്തേക്കും അത് നടക്കാനായിട്ട് ക്രിസ്മസ് വെക്കേഷന് അത് നടത്താനായിട്ട് കൊടുത്ത സ്കൂൾ അടിച്ച് തകർത്ത് പൊളിച്ചു. അതേ സമയത്ത് ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂരിൽ ഗുരുവായൂരപ്പനെ കുറിച്ചും ശബരിമല ശാസ്താവിനെ കുറിച്ചും പച്ച തെറി വരെ എഴുതി വെച്ചു. ഇതെല്ലാം ചെയ്തത് ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയോ അറിവില്ലായ്മയോ ചുവട്ടിലുള്ളവരാണ്. കുറേയധികം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് സ്കൂള് കോളേജ് നന്നാക്കാൻ ശ്രമിച്ച ഒരു ടീച്ചർ റിട്ടയർ ആവുന്ന സമയത്ത് വിക്ടോറിയ കോളേജിൽ അവരുടെ ശവപ്പെട്ടി കുഴിച്ചിടാനുള്ള ശവക്കുഴി വരെയും തോണ്ടി. അതേ സമയത്ത് ഇതേ SFIക്കാർ ക്രിസ്ത്യൻ കോളേജിലോ മുസ്ലിം കോളേജിലോ പഠിപ്പിക്കുമ്പോഴും അവർക്ക് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ല. ഇവർ പള്ളിക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുന്നു, പള്ളിക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് സീതാറാം യെച്ചൂരി എന്ന പാർട്ടി സെക്രട്ടറി പള്ളിമേടയിൽ ചെന്ന് ശരിക്കും അച്ഛന്മാരുടെ മുമ്പിൽ കുഞ്ഞാട് നിൽക്കുന്ന മാതിരി ഒരു ഫോട്ടോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഹൈന്ദവ ആചാര്യന്മാരും സന്യാസിമാരും അവരുടെ നേർക്ക് ഇത്രയും പുച്ഛവും അവഹേളനവും അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ കൈരളി ചാനലിലും അതുപോലെ ദേശാഭിമാനിയിലും സാധിക്കാവുന്ന അപകീർത്തികരമായിട്ടുള്ളതെല്ലാം പ്രചരിപ്പിക്കുക. ഇവർ തന്നെ ഹിന്ദുക്കളാണ്. യെച്ചൂരി ഹിന്ദുവാണ്, പിണറായി വിജയൻ ഹിന്ദുവാണ്, VS അച്യുതാനന്ദൻ ഹിന്ദുവാണ്, കാരാട്ട് ഹിന്ദുവാണ്. എന്നിട്ട് അവനവൻ്റെ അമ്മയെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കാൻ ഒരു ചളിപ്പുമില്ലാതെ വഴിയെ കൂടെ പോകുന്ന സ്ത്രീയെ അമ്മ എന്ന് വിളിക്കാൻ വളരെ അഭിമാനം കാണിക്കുന്ന വിധത്തിലുള്ള ഒരു പെരുമാറ്റം ഇവരിൽ കാണുമ്പോൾ സത്യത്തിൽ വേദന തോന്നുന്നു. ഇങ്ങനെ കുറേ കാലം ചെയ്തതിൻ്റെ പരിണത ഫലമാണ്. പണ്ട് SA ഡാങ്കെ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നു. ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുമുണ്ട്. SA ഡാങ്കെ പാർട്ടി മീറ്റിങ്ങിൽ വാരണാസിയിൽ വന്നപ്പോൾ വാരണാസിയിൽ അതിരാവിലെ അദ്ദേഹം എഴുന്നേറ്റ് അദ്ദേഹം നേരെ ഗംഗയിലേക്ക് കുളിക്കാൻ പോകുമ്പോഴത്തേക്കും മറ്റുള്ളവർ ചോദിച്ചു എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു ഞാൻ ഗംഗയിൽ കുളിക്കാൻ പോവാണ്. അല്ല, ഇത് ഹോട്ടലിൽ ഷവറും ബാത്റൂം ഫെസിലിറ്റിയും ഉണ്ട്,
നിങ്ങൾ എന്തിനാ ഗംഗയിൽ കുളിക്കാൻ പോകുന്നത് എന്ന് പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ ചോദിച്ചു അത്രേ. ഗംഗ ഭാരതത്തിന്റെ പവിത്രമായിട്ടുള്ള നദിയല്ലേ, ഗംഗാ സ്നാനം പുണ്യമല്ലേ എന്ന് ചോദിച്ചു. കമ്മ്യൂണിസ്റ്റ് ചിന്താധാര വെച്ച് പുലർത്തുന്ന നിങ്ങൾ ഗംഗാനദിയും ഗംഗാനദിയുടെ പവിത്രതയും ഭാരതം പുണ്യദേശവുമാണെന്ന് ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ചടക്ക നടപടി ഉണ്ടാവുമെന്ന് അന്ന് വാണിംഗ് കൊടുത്തിരുന്നു. അദ്ദേഹം കുളിക്കാൻ പോയില്ല. അദ്ദേഹം ചോദിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുന്നതും ഗംഗയിൽ കുളിക്കുന്നതും തമ്മിൽ എന്തിനാ ബന്ധപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു അത്രേ. യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും അവഹേളിക്കുക, എല്ലാത്തിനെയും അപകീർത്തിപ്പെടുത്തുക, നിഷേധിക്കുക, പുച്ഛിക്കുക, എന്നിട്ട് ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടത്തെ ഒരു വിഭാഗത്തിനെ പ്രീണിപ്പിക്കാനായിട്ട്, SNDPയെയും ഈഴവരെയും പ്രീണിപ്പിക്കാനായിട്ട് 10 പ്രാവശ്യം ശിവഗിരി വർക്കല ആശ്രമത്തിൽ പോയിട്ട് ശാരദാദേവിയുടെയും ഗുരുദേവന്റെയും മുമ്പിൽ തൊഴുക. പണ്ടത് ചെയ്തിരുന്നില്ല, ഇപ്പോ മാറ്റാതെ നിവൃത്തിയില്ല. ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുക, എന്നിട്ട് നാരായണ ഗുരു മനസ്സാ വാച ചെയ്യാത്തതും വിചാരിക്കാത്തതും പ്രവർത്തിക്കാത്തതുമായിട്ടുള്ളതൊക്കെ അങ്ങനെയാണ് ഗുരുദേവൻ എന്നങ്ങോട്ട് പ്രഖ്യാപിക്കുക. കഴിയുമെങ്കിൽ ഗുരുദേവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണെന്ന് പറയാം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താധാര തന്നെയാണെന്ന് പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഏത് ഗുരുദേവനെയാണോ അവഹേളിച്ചിരുന്നത്, ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഏത് സ്വാമി വിവേകാനന്ദനാണോ അധിക്ഷേപിച്ചിരുന്നത്, ക്രിസ്തുമത ചേതനം എന്നെഴുതിയ ചട്ടമ്പി സ്വാമിയെ വക്രമായിട്ട് അവതരിപ്പിച്ചത്, അവരെല്ലാവരെയും ഇപ്പോൾ DYFIയുടെയും CPMന്റെയും മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ഫ്ലക്സിൽ അവരുടെ ചിത്രം വയ്ക്കുക, അങ്ങനെ ഒരു തരത്തിൽ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദം കാണിക്കുമ്പോൾ പലതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ മനസ്സിലാക്കാൻ പറ്റാത്തത് അമൃതാനന്ദമയിക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ ആക്രോശിച്ചുകൊണ്ട് അമേരിക്കയിൽ ചെന്നിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് കൈരളി ചാനലിൽ അത് വികൃതമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുക, സായിബാബയെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യാം, ശ്രീ രവിശങ്കറിനെ അത്രയും ധാർഷ്ട്യത്തോടുകൂടി നിഷേധിക്കുക. അതൊരു വശത്ത് നടത്തുമ്പോൾ നേരെ പള്ളിമേടയിൽ ചെന്നിട്ട് കർദിനാൾ ആലഞ്ചേരിക്ക് തിരുവനന്തപുരത്ത് പൗരസ്വീകരണം കൊടുത്തപ്പോൾ അതിൽ അച്യുതാനന്ദൻ സാർ അധ്യക്ഷം വഹിക്കുക, അതിൽ പൂച്ചെണ്ടും ഗംഭീര പ്രസംഗവും ശ്രീ പിണറായി വിജയൻ സാർ നടത്തുക. മറ്റ് ഹിന്ദു ധർമ്മത്തെ അടിമുടി അവഹേളിക്കുന്നവർ തന്നെ അന്ധവിശ്വാസത്തിന്റെ കൂടാരമെന്ന് വസ്തുതാപരമായിട്ട് വിശകലനം ചെയ്താൽ മനസ്സിലാക്കാവുന്ന മതത്തിന്റെ, അമേരിക്കക്കാരും യൂറോപ്യനും എന്തുകൊണ്ട് ബൈബിള് വേണ്ടെന്ന് വെച്ചു, എന്തുകൊണ്ട് ബൈബിളും യേശുദേവന്റെയും ചരിത്രം തിരസ്കരിച്ചു, കാരണം അതിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടാത്ത ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ഉപേക്ഷിച്ചപ്പോൾ ഇവിടെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും പോലും നിരക്കാത്ത യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ കുരിശുമരണവും അതിനെ എല്ലാത്തിനെയും ന്യായീകരിച്ചുകൊണ്ട് ആരാധനാ രീതികൾ നടത്തുന്ന ക്രൈസ്തവരുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുക. ശാസ്ത്രവീക്ഷണമോ പുരോഗമന ചിന്താധാരയോ അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള നിലനിൽപ്പോ മതം കറുപ്പാണ്, ഒരു ക്ഷേത്രം നശിപ്പിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകുമെന്ന് പറയുന്നതെല്ലാം ഹിന്ദു ധർമ്മത്തിന് മാത്രം എതിരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് താമരശ്ശേരി ബിഷപ്പിന്റെ അടുത്താണെങ്കിലും ഇടുക്കി ബിഷപ്പിന്റെ അടുത്താണെങ്കിലും ഈ മുക്കുവർക്ക് വേണ്ടിയിട്ട് അവർ ഗവൺമെന്റ് ചെലവിൽ ഉണ്ടാക്കിയ കെട്ടിടം കൊടുക്കുമ്പോൾ സൂസവാക്യത്തിനെ വിളിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കലും, തിരുവനന്തപുരത്തുള്ള ആശ്രമത്തിലെ വേറെ ആരെയും വിളിക്കാതെ മൗലവിമാരെയും ക്രിസ്ത്യൻ മേധാവിമാരെയും മാത്രം വിളിക്കുകയും അവനവൻ ജനിച്ച ധർമ്മത്തിനെ ഇത്രയും അധികം പുറങ്കാലുകൊണ്ട് തട്ടുകയും ചെയ്യുമ്പോൾ ഈ ഭാരതം മുഴുവനും വ്യാപിച്ചു കിടന്നൊരു പാർട്ടി ചുരുങ്ങി ചുരുങ്ങി എത്രയാവുന്നു, അതിൻ്റെ പുറകിലുള്ള കാരണം എന്ത് എന്നുകൂടി ഒന്ന് ചിന്തിക്കണ്ടേ. ഈ ഹൈന്ദവ ജനത, ഭാരതത്തിൽ ഭൂരിപക്ഷം നിന്നുള്ള ഹൈന്ദവ ജനത സ്വയം ഇതെല്ലാം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങിയാൽ അതിന് ഏറ്റവും വലിയ തെളിവാണ്. എനിക്കന്ന് വൈകുന്നേരം കായംകുളത്ത് ഒരു കുടുംബക്ഷേത്രത്തില് ആ കുടുംബക്കാർ നടത്തുന്ന പരിപാടിയിൽ 2000-3000 പേര് പങ്കെടുത്തതിൽ ഏറ്റവും അധികം ഇടതുപക്ഷക്കാരാണെന്ന് അവർ തന്നെ പറയുകയുണ്ടായി.
അവരാണ് ഞാൻ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ മുമ്പിൽ വെച്ചപ്പോഴത്തേക്കും അടിപൊളി എന്ന് പറഞ്ഞത്. ഇത് ആൾക്കാർ ചിന്തിക്കില്ലേ? കേരളീയർ ചോറല്ലേ തിന്നുന്നത്? അവർക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ലേ? ഒരു സ്ഥലത്ത് ഹൈന്ദവ ജനതയെ നിരന്തരം അവഹേളിക്കുക, പുച്ഛിക്കുക, അവരെ മാറ്റി നിർത്തുക, ഏതോ എല്ലാ ഹിന്ദുക്കളും RSSകാരും എല്ലാ ഹിന്ദുക്കളും BJPക്കാരുമാണെന്ന ധാരണയിൽ പ്രവർത്തിക്കുക. അവനവന്റെ പാർട്ടിയിൽ നോക്കിയാൽ 94% ഹിന്ദുക്കളാണ്. CPMലുള്ളത്, CPIയിലുള്ളത് 94% ഹിന്ദുക്കളുള്ളൊരു പാർട്ടിയിൽ ഹിന്ദുക്കളെ അവഹേളിക്കാൻ വേണ്ടി തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാം. അതേ സമയത്ത് 3 മതത്തോടും തുല്യ അകലം വെച്ച് പുലർത്തുകയാണെങ്കിൽ ഒരാൾക്കും ഒന്നും തോന്നില്ല. ഇത് കർദിനാളിന്റെയും ബിഷപ്പിന്റെയും വീട്ടിലേക്കും അരമനയിലേക്കും പോകും. മൗലവിയെ കൂട്ടത്തിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുത്തിട്ട് പള്ളി കാര്യങ്ങളിൽ പങ്കെടുത്തിട്ട് റംസാൻ പീരീഡിൽ നോമ്പ് തുറക്കലിന് ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കും, ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കും. പക്ഷേ മാതാ അമൃതാനന്ദമയ്യയോ സായിബാബയോ ശ്രീ ശ്രീ രവിശങ്കരോ ബ്രഹ്മകുമാരിയോ ഹൈന്ദവ ചിന്താധാരയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും എതിർക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് കേരള ജനത കുറച്ചെങ്കിലും ചിന്തിക്കില്ലേ? അങ്ങനെയും കൂടി ചിന്തിക്കണം. യെച്ചൂരി സാറേ, പിണറായി വിജയൻ സാറിനോടും കോടിയേരി ബാലകൃഷ്ണൻ സാറിനോടും നിഴൽ യുദ്ധം ചെയ്തിട്ട് കുറെ കാലം മുമ്പോട്ട് പോകാൻ സാധിക്കില്ലെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഭൂമാനന്ദ സ്വാമി ഒരിക്കൽ പറയുകയുണ്ടായി, എനിക്ക് കേരള മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പറയണം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. സത്യമാണ്. ഞാൻ മിനിഞ്ഞാന്ന് യാത്ര ചെയ്തപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നേരെ കലഞ്ഞൂരിലേക്ക് വന്നപ്പോൾ ആ റോഡ് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ശബരിമലയിലേക്കുള്ള യാത്രാ സൗകര്യം ഇത്ര ഗംഭീരമായിട്ട് നല്ല രീതിയിലാക്കിയിട്ടുള്ള സുധാകരൻ, ഈ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ ആ ഒരു സന്ദേശത്തില് കേരളത്തിലെ റോഡുകൾ അറിഞ്ഞുകൊണ്ട് ഞാൻ പറയണം, അത്രയും ഗംഭീരമായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ നന്മ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ? ശബരിമലയ്ക്കുള്ള യാത്രയ്ക്ക് പ്രാവശ്യം ഒരു തടസ്സവും ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നില്ല, ഉണ്ടായിട്ടുമില്ല, കംപ്ലൈന്റും വന്നിട്ടില്ല. നല്ല കാര്യം ഹിന്ദുക്കൾക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് നല്ല കാര്യമാണെന്ന് പറയാൻ ഇവിടുത്തെ ആൾക്കാർക്ക് തോന്നണമെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്തിട്ട് 15 ചീത്ത കാര്യം ഹിന്ദുവിനെതിരെ ചെയ്യുക, മറ്റ് മതങ്ങളെ പ്രീണിപ്പിക്കാനായിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സത്യത്തിൽ ഹൈന്ദവ ജനതയ്ക്ക് വേദനിക്കില്ലേ? അവർക്കിന്ന് മുമ്പിൽ പറയാൻ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഹൈന്ദവ ജനതയ്ക്ക് അഭിമാനത്തോടു കൂടി പറയാം, നല്ലൊരു ഹിന്ദു ലോകത്തെ കൊണ്ട് യോഗചര്യ അംഗീകരിപ്പിച്ച ഞങ്ങളുടെ ഒരു നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ഉറച്ച തീരുമാനമെടുക്കാനും രാഷ്ട്രാഭിമാനം ഉണ്ടാക്കാനും ലോകത്തിന്റെ മുമ്പിൽ ഭാരതത്തെ തുറന്നു കാണിക്കാനും നല്ല രീതിയിൽ പൈതൃകത്തോട് ബഹുമാനം ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്താനും സംസ്കൃതത്തിൽ വരെ സംസാരിക്കുകയായിരുന്നു മിനിഞ്ഞാന്ന് അദ്ദേഹം ലക്നൌവിൽ ചെയ്തേ. വേദമന്ത്രങ്ങൾ മാത്രം. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ പുറകിലേക്ക് പോകാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് കൂടുതൽ സമയമൊന്നും വേണ്ട. എത്രയെല്ലാം ട്രെയിനിങ് അവർക്ക് രാത്രിയും പകലും പാർട്ടി ക്യാമ്പുകളിലും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും വീട്ടിനകത്തിരുന്നുകൊണ്ട് മറ്റു പലരുടെയും പ്രഭാഷണം കേൾക്കാനുള്ള TV സംവിധാനവുമുള്ള കാലഘട്ടത്തിൽ പാർട്ടി ഓഫീസിലെ പരിപ്പുവടയും ഗോതമ്പുണ്ടയും അല്ലെങ്കിൽ കട്ടൻ കാപ്പിയുടെയും കാലം പോയി. പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ പാർട്ടി അംഗങ്ങളെല്ലാം 5 സ്റ്റാർ ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് പത്രവാർത്തകൾ വരുമ്പോൾ ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പറയുന്നത് ഒന്ന്, ചെയ്യുന്നത് ഒന്ന് എന്ന്. അതൊക്കെ മനസ്സിലാക്കുമ്പോൾ അവർ പുനർവിചിന്തനം ചെയ്യില്ലേ? മാത്രമല്ല, കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ പോകുമ്പോൾ പണ്ട് CITUക്കാര്, ഇടതുപക്ഷത്തിന്റെ ട്രേഡ് യൂണിയൻ തൊഴിലാളികളെ, ചുമട്ട് തൊഴിലാളികൾ നിറഞ്ഞിരുന്ന റോഡ് സൈഡുകളിൽ ഇന്ന് മുഴുവനും കാവി ഡ്രസ് ഇട്ടിട്ട് BMSകാരാണ്. അത് മുഴുവൻ CITUക്കാർ മാറിയതാണ്. ഇത് വസ്തുതയാണ്. ഒരു പാർട്ടിക്കും അനുകൂലമായിട്ടോ എതിരായിട്ടോ പറയുകയല്ല. പാപ്പനംകോട് CITUക്കാരില്ല, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ CITUക്കാരില്ല, നേമം ഏരിയയിൽ CITUക്കാരില്ല, കരവനയിലും ചാലയിൽ പോലും ഭൂരിഭാഗവും BMSലേക്ക് മാറി. മരണത്തെ ഭയപ്പെട്ടിട്ടോ മരണത്തെ സന്തോഷത്തോട് സ്വീകരിക്കാൻ തയ്യാറായിട്ടോ എതിർപ്പുകളെ ഭയപ്പെട്ടിട്ടോ അങ്ങനെയുള്ള വാക്കുകളൊന്നുമില്ല. എല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിൽ ഈ പാർട്ടി നേതാക്കന്മാർ പള്ളിമേടകളിലേക്കും അരമനകളിലേക്കും മദ്രസകളിലേക്കും എല്ലാം പോവുകയും ചെയ്യും. അതനുസരിച്ചിട്ട് ആശ്രമങ്ങളിലേക്കോ സന്യാസിമാരുടെ മുമ്പിൽ പോകണമെന്നൊന്നും ആരും പറയണില്ല.
പക്ഷെ അവരെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും അവരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയോ തിന്മയുടെ പ്രതീകമാണെന്ന് വരുത്തി തീർക്കാനും ഹിന്ദു സ്ഥാപനങ്ങളുടെ മേലും മെക്കെട്ട് കയറാനും മാത്രമായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ജനത ഇത് തിരിച്ചറിയും എന്ന് മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.